യമനിലെ ഹൂത്തികളെക്കുറിച്ച്. ഹൂത്തികൾക്ക് നേരെ ആക്രമണം അമേരിക്ക കടുപ്പിക്കുന്നു. ചെങ്കടലിലെ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം സുരക്ഷിതമാകും വരെ സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരകര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അമേരിക്കയിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ ആളുകളൊക്കെ സുരക്ഷിതമായിരിക്കുന്നോ? അമേരിക്കയിൽ കൊടും തണുപ്പാണ്. -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. മണിക്കൂറുകൾക്കകം മഞ്ഞ് വരികയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് നാളുകൂടെ ഈ തണുപ്പ് തുടരും. അപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധിയുണ്ട്. ഈ വാർത്തയിലേക്ക് ഈ ചെങ്കടലിൽ ചരക്ക് ഗതാഗതത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ഗൾഫ് ഓഫ് ഏദനിൽ അമേരിക്കൻ ചരക്ക് കപ്പൽ ഗെൻകോ പിക്കാഡി ആക്രമിച്ചിരുന്നു. ഒടുവിൽ ഈ കപ്പൽ ജീവനക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ നാവികസേനയായിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്ക വീണ്ടും ഹൂത്തികൾക്ക് നേരെ ഇന്നലെ ആക്രമണം കടുപ്പിച്ചത്. ഇപ്പോഴത്തെ ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അല്പമണിക്കൂറുകൾക്ക് മുമ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടലിലെ ചരക്ക് ഗതാഗതം തടസ്സമില്ലാതെ തുടരുവാനാണ് ഹൂത്തികൾക്ക് നേരെ വീണ്ടും അമേരിക്ക ആക്രമണം നടത്തിയതെന്നാണ് ബൈഡൻ പറയുന്നത്. എന്നാൽ ഇപ്പോഴും ഇവർ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ്. ഹൂത്തികൾ അത് അവസാനിപ്പിക്കും വരെ അമേരിക്കൻ സൈന്യം ആക്രമണം തുടരുമെന്ന് ബൈഡൻ പറയുകയും ചെയ്തു. എന്നാൽ സമുദ്ര ഗതാഗതത്തിന് സുരക്ഷ ഒരുക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പ്രതിരോധ നടപടികളായിട്ടാണ് ഹൂത്തികൾക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന മിലിറ്ററി അറ്റാക്കിനെ കണ്ടാൽ മതിയെന്നാണ് പെന്റഗൺ ന്യായീകരിക്കുന്നത്. ഹൂത്തികളുമായി ഒരു യുദ്ധത്തിലല്ല അമേരിക്കയെന്ന് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് ഇന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഹൂത്തികളാണ് ക്രൂസ് മിസൈൽസ്, ആന്റി ഷിപ്പ് മിസൈൽസ്, ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് നിരപരാധികളായ കപ്പൽ തൊഴിലാളികളെ ആക്രമിക്കുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൈനിക നടപടികൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും സബ്രീന പറഞ്ഞു. ഈ ചെങ്കടൽ പ്രതിസന്ധി യൂറോപ്പ്, ഏഷ്യൻ വിപണികളെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ വിലക്കയറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിൽ നല്ല തണുപ്പാണല്ലോ, തണുപ്പൊക്കെ അനുഭവിച്ച് നല്ല സുന്ദരമായിട്ട് കഴിയുക.